ഇപ്പൊ എന്തായാലും ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഈ പാട്ട് പാടുന്ന സമയത്ത് കൈകൾ വെച്ച് സംഗതി ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ കീർത്തനയ്ക്ക്? അല്ലെങ്കിൽ കൈ ഇങ്ങനെ തന്നെ മുറുക്കെ പിടിക്കുക, അല്ലെങ്കിൽ മൈക്ക് ഇങ്ങനെ മുറുക്കെ പിടിക്കുക, അങ്ങനെ വിശ്വാസങ്ങളുണ്ടോ പാട്ട് പാടുന്ന നേരത്ത് പെർഫോം ചെയ്യുന്ന സമയത്ത്? ഇങ്ങനെ എന്തെങ്കിലും വിശ്വാസങ്ങളായിട്ട് പാടുന്ന ആളാണോ കീർത്തന? അല്ല, അങ്ങനെ പാടുന്ന ഒരാള് നമ്മുടെ കൂട്ടത്തിലുണ്ട്, അതിനെ പറ്റി പറയണം അല്ലെ സുജാത ചേച്ചി? ആ സ്പോട്ടിൽ എന്താ വരണെന്ന് വെച്ചാ അങ്ങനെ ഓക്കെ. ചേച്ചി അങ്ങനെ എന്തെങ്കിലും ചെയ്യാം? ചേച്ചി അങ്ങനെ ഒരു സംസാരം അല്ല ചേച്ചി ആണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചേച്ചി ഒരു തൂവാല വർഷങ്ങളായിട്ട് മുറുക്കെ കയ്യിൽ പിടിച്ച് അതേ തൂവാല തന്നെ കഴുകി ഉണക്കി ഉപയോഗിക്കുന്ന ഒരാളാണ്. ശരിക്കും സത്യമാണ് കേട്ടാ. അത് അതിജീവിച്ചു ഞാൻ അതിനെ. ആ ഒരു പഴക്കത്തിന് ഞാൻ വേണ്ടാന്ന് വെച്ചതാ, മനഃപൂർവ്വമായിട്ട് വേണ്ടാന്ന് വെച്ചതാ. പക്ഷെ അത് ഉണ്ടായിരുന്നു കുറേ നാള്. അത് ഭയങ്കര, അത് നമ്മൾ എടുത്തോണ്ട് പോണ റെക്കോർഡിംഗ് ഒക്കെ ഉഗ്രനായിട്ട് പാടുക. അത് കുറച്ച് പിരി ലൂസ് അല്ലേ? റെഡും നീലയാണ് എന്റെ ലക്കി ബ്ലാക്ക്, എന്റെ ലക്കി കളേഴ്സ്. അപ്പൊ ഈ നീല എവിടെയെങ്കിലും എന്റെ ദേഹത്തൊരു നീല ഉണ്ടാവും. ഈ നീല തൂവാലയാണ് അത് എപ്പോഴും ഞാൻ കൈവയ്ക്കണേ. എന്നിട്ട് റെക്കോർഡിംഗ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് വരുമ്പോ നമ്മൾ അതിൽ ഇതാവില്ലേ, ഞാൻ ഉച്ചയ്ക്ക് കഴുകിയിട്ട് വൈകുന്നേരത്തെ റെക്കോർഡിങ്ങിന് ഉണക്കമൊക്കെ ചെയ്യും. ഉണക്കി അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. പിന്നെ കാല് അതുപോലെ ഒരു ചെയർ ഇട്ടിട്ട് ഈ കാല് ചെയറിന്റെ പുറത്ത് വെച്ചാലേ എനിക്ക് ആ ഒരു ഫ്രീ ആയിട്ടൊരു ഇത് കിട്ടുള്ളൂ. രാജാ സാറിന് അവിടെ പോകുമ്പോ രാജാ സാറിന്റെ മുമ്പിൽ കാലിങ്ങനെ പൊക്കി വെച്ച് ഇന്ന് പാടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വലിയ ശ്വാസം മുട്ടലാണ് അവിടെ പാടുമ്പോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പിരിലൂസുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണത്, റെക്കോർഡിങ്ങിന് എന്തെങ്കിലും പാടിയിട്ട് ചേച്ചി എന്തെങ്കിലും മാറിപ്പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ സ്വന്തമായിട്ട് സുജു എങ്ങനെയല്ല സുജു, ശ്രദ്ധിക്കൂ സുജു, ചേച്ചി തന്നെ സ്വന്തം പറയും, സ്വയം പറയും. അത് പക്ഷെ ദാറ്റ് വർക്ക്സ് കേട്ടോ മധു. അത് ശരിക്കും വർക്ക് ചെയ്യും. നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു പാടുമെന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്കാണ് നമ്മൾ പറയുമ്പോൾ അതൊരു ഇത് വർക്ക് ചെയ്യും. അത് ഇപ്പോഴും ചെയ്യാറുണ്ട്. പണ്ട് ഇവിടെ എറണാകുളത്ത് ഒരു മാർട്ടിൻ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോ ചേച്ചി ഒരു ക്യാബിനിൽ പാടിക്കൊണ്ടിരിക്കുന്നു. ആ ക്യാബിന്റെ പ്രത്യേകത വെച്ചാൽ കർട്ടനും ഉണ്ട്. അപ്പൊ ചേച്ചി പാടിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു. ചേച്ചി പാടണ ഇങ്ങനെ കൗതുകത്തോട് നോക്കി ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ വേഗം തന്നെ പാടേണ്ട, മധു ഇങ്ങനെ ചിരിക്കല്ലേ മധു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കർട്ടന്റെ അപ്പൊ കീർത്തനയ്ക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലല്ലോ? ഇങ്ങനത്തെ ഇല്ല. പാട്ട് നന്നായി പഠിക്കുക, നന്നായി പാടാം അല്ലേ? മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്.